ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടിയിലാണ്. ഇരിട്ടിയുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുപാട് നമ്മുടെ ക്രിസ്മസ് പുതുവത്സരമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. ആ ഓഫറുകൾക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ച് അറിയേണ്ട കാര്യമുണ്ട്. കൂടെ നമുക്കിവിടെ പർച്ചേസിനായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ്, അപ്പോൾ അവരായിട്ടാണ് നമ്മുടെ എപ്പിസോഡിൽ സമ്മാനം നൽകുന്ന പരിപാടിയായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സോടാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇരിട്ടിയിലുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് എത്തിയിരിക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കുകളുടെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ഫാമിലി ഉണ്ട്. പേര് ഫഹദ്. സ്ഥലം മട്ടന്നൂരിൽ എവിടെയാണ്? മട്ടന്നൂർ എയർപോർട്ട് കോടതിൻ്റെ പരിസരമാണ്. ഓക്കെ. അപ്പോൾ ഈ പിന്നെ എന്താ പറയുക, ഈ കോടതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു ഗുണം എന്താണ്? എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അങ്ങനെ ഗുണമുണ്ടോ? എന്താണ് ഗുണം? എയർപോർട്ട് അടുത്തായി വരുന്ന ഗുണമുണ്ട്. പിന്നെ അവിടെ ഈ പിന്നെ കോടതിയിൽ ചില സമയത്ത് വലിയൊരു പിന്നെ വിവാദമായ കേസിന്റെ വാദമൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടോ അനുഭവപ്പെടാറില്ല? ഇല്ല, നമുക്ക് ബാധിക്കാറില്ല. ജോലി ചെയ്യുന്നത് എവിടെയാ? ഞാൻ ഇവിടെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപനാണ്. അതെ. അത് ശരി. എന്താണ് പഠിപ്പിക്കുന്നത് അവിടെ? ഞാൻ ഉറുദുവാണ്. ഉറുദു അധ്യാപനായിട്ട് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എത്ര വർഷമായി? ഞാനിപ്പം 12 വർഷമായി. 12 വർഷമായിട്ട് ഉറുദു അധ്യാപനായിട്ട് ജോലി ചെയ്യുന്നത്. അതേ വിദ്യാലയത്തിൽ? അതെ. ഓക്കെ. മോളുടെ പേരെന്താ? മോൾ പഠിക്കുന്നുണ്ടാ? എവിടെ? നോബല്ല. എന്താ മോന്റെ പേര്? എന്താ പേര്? അനിയന്റെ പേരെന്താ? ജാഫർ. മോള് പാട്ട് പാടുവാ? പാടില്ല. ചെറിയൊരു പാട്ട് പാടിയേ. പാടുന്നില്ല. ഓക്കെ. അപ്പൊ ഏതായാലും ഞാൻ മാഷോടാണ് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ കിട്ടിയത് വലിയൊരു സംഭവം. ഓക്കെ. ഇപ്പൊ ചെറിയൊരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. കൂടാതെ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം. 2 സമ്മാനം ഉത്തരം പറഞ്ഞാൽ ചോദിച്ചാൽ പലതും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു, പലതും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതിൻ്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും കാണാം. എന്താണ് ഇത്? സ്ഥലത്തിനുണ്ട്, ചില ആഭരണത്തിനുണ്ട്, എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. സ്ഥലത്തിലുണ്ട്, ആഭരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുണ്ട്, ചില സ്ഥലങ്ങൾക്ക് ഇതുണ്ട്, അതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പൊ എന്തായാലും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. നമ്മുടെ അടുത്ത ടീം. മോളുടെ പേര്? ഹംന. കുട്ടി എത്ര ക്ലാസ് പഠിക്കുന്നത്? 6. ഏതാ സ്കൂള്? ഉളിക്കൽ. സ്കൂളിന്റെ പേര് ബൈത്തൂർ യു പി സ്കൂൾ. ഓക്കെ. ഇന്ന് ക്ലാസ് ഉണ്ടായിട്ടല്ലേ? എക്സാം ആണ്. അപ്പൊ ഇന്നെന്താ എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിക് സയൻസിന് ബേസ് ആയിട്ട് എങ്ങനെയുണ്ട്? നല്ല ഈസി ആണോ ടഫ് ആണോ? ഈസിയാണ്. അടിപൊളി. പഠിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നുന്ന വിഷയം ഏതാ? മലയാളം. അടിപൊളി. ഓക്കെ. പേര്? ഷെഫീന. പേര്? ഇബ്രാഹിം. എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണ്. കുടിക്കലാണ്. ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നു. ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്, അപ്പൊ ഇതിന്റെയൊക്കെ ആഘോഷങ്ങളാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ സ്കൈ ഗോൾഡിൽ ഇപ്പം പർച്ചേസ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ആഘോഷ ഭാഗമായിട്ട് വന്നോണ്ട് എന്താണ്? കല്യാണോ? കല്യാണം ആരുന്നതാ? കല്യാണപ്പോഴത് മറ്റന്നാണ്. ഓക്കെ. ഇപ്പൊ 2 ദിവസമുള്ളൂ. എന്തായാലും പിന്നെ വധുവിന്റെ നിങ്ങളുടെ ഭാഗത്തുള്ള വധുവാണോ വരനാണോ? എന്താ പേര്? മുനാവി. അപ്പൊ മുനാവിക്ക് അഡ്വാൻസ് ആയിട്ട് സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെയും കണ്ണൂർ വിഷന്റെയും വിവാഹ മംഗളാശംസയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം. ഓക്കെ. ഉത്തരം പറഞ്ഞാൽ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട്, ഇമേജ് മൊബൈൽസ് ആൻഡ് പിന്നെ കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. 2 സമ്മാനം. ചോദിച്ചാൽ ആഭരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സാധനമുണ്ട്, ചില സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സംഭവമുണ്ട്. അതെന്താണോ അതിൻ്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതായത് സ്ഥലങ്ങൾക്കുണ്ട്, ആഭരണങ്ങൾക്കുണ്ട്, ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്താണ്? ആഭരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേരുള്ള ഭാഗം ചില സ്ഥലത്തിനുണ്ട്. അപ്പം അതിൻ്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഗോൾഡ് കൂടി
ചില സ്ഥലങ്ങൾക്കും ഇതുണ്ട്. കോഡല്ല, നീട്ടി പറഞ്ഞാൽ നമ്മളെ എല്ലാവർക്കും ഉണ്ട്. അവിടെ ഒരാൾ കഴുത്തൊക്കെ പിടിച്ച് അമർത്തുന്ന എന്തൊക്കെ കാണിക്കുന്നുണ്ട്. വളവല്ല. അപ്പോൾ ഓക്കെ, എന്തായാലും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഇരുന്നോളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ അവിടുന്ന് ചോദിക്കുമ്പം സഹോദരി ഇവിടുന്ന് കയ്യിനെ കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കണം. എന്താ അറിഞ്ഞൂടെ? പേരെങ്ങനെയാ? അമ്മാന. എവിടെ സ്ഥലം? ഉളിക്കല്. അപ്പം വന്നിരിക്കുന്നവരുടെ കൂടെ ഇവരുടെ കൂടി അവരെ അറിയാം. ഓക്കെ, ശരി. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു, അതായത് ആഭരണത്തിൽ ഇതുണ്ട്, അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾക്ക് ഇതുണ്ട്. അപ്പൊ അതെന്താണോ അതിന്റെ പേരിന്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. വളവല്ല, അറിയില്ല. ഓക്കെ, നോക്കാം. ഓക്കെ, റെഡി. അപ്പൊ നമ്മളൊരു 4 ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു. പേര്? അശ്വതി. എവിടെ സ്ഥലം? പടിയൂര്. അശ്വതി എന്ത് ചെയ്യുന്നു? എവിടെ? കൽപ്പന തിയേറ്റർ വർക്ക് ചെയ്യാം. ഓക്കെ, ശരി. പേര്? ആവണി. സ്ഥലം? പടിയൂർ തന്നെയാണ്. ആവണി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചെയ്യുന്നില്ല. അനസ്തേഷ്യ ടെക്നീഷ്യൻ. ഓക്കെ. പേര്? ഷീജ മാഡം. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി അടുത്തൊരു കടയിൽ ഒരു സെയിൽസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് ലീവായിട്ട് വന്നു. കല്യാണം. ആദ്യം ശരി. അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ. എപ്പോഴാ കല്യാണം? എപ്പോഴാ? ഡിസംബർ 24 ഓക്കെ. പിന്നെ ക്രിസ്മസിന് തലേന്ന്. ഓക്കെ. പിന്നെ നമ്മുടെ വരന്റെ പേരെന്താ? വിജിൽ. അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാ? പടി തന്നെയാണ്. അപ്പം വിജിൽ ഭായ്, അപ്പം നിങ്ങളുടെ പേര്? ആവണി. മേടത്തെ പരിചയപ്പെട്ടു. വിജിൽ ഭായ്, അപ്പം എല്ലാവിധ അഡ്വാൻസ് ആയിട്ട് വിവാഹ മംഗളാശംസകൾ. ഓക്കെ. പിന്നെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. പുള്ളിക്കാരോട് വിളിച്ചാൽ പറഞ്ഞേ. ഓക്കെ, യെസ്. അതിന് സാറിന്റെ പേര്? ശ്രീലക്ഷ്മി. പഠിക്കുന്ന എവിടെയാ? ലാംഗ്വേജ് പഠിക്കും. ലാംഗ്വേജ് എവിടെ? കൊട്ടിയൂര്. ഓക്കെ. പഠിക്കുന്ന കോളേജിന്റെ പേര്? ഇമിഗ്രേഷൻ. ഓക്കെ, യെസ്. അപ്പം പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു സമ്മാനത്തിനുള്ള ഒരു ചോദ്യമാണ്. 2 സമ്മാനമുണ്ട്. ഒരു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം. ഉത്തരം പറഞ്ഞാൽ ചോദ്യം വെച്ചാൽ ആഭരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സംഭവമുണ്ട്. ഓക്കെ. അതേ പേരുള്ളത് പല സ്ഥലങ്ങൾക്കും ഉണ്ട്. ഓക്കെ, കാണാൻ വേണ്ടി പറ്റും. എന്നാൽ അതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്താ? ആഭരണമായിട്ട് ബന്ധമുണ്ട്. അതേ പേരുള്ളത് പല സ്ഥലങ്ങൾക്കും ഉണ്ട്. എന്നാൽ അതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ശരി. അല്ല, ഞാൻ ഇവിടെ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ ഇങ്ങനെ തേടി പഠിച്ച് ഉണ്ടാക്കിയെടുത്ത ചോദ്യമാണ്. ഇല്ല, നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇത് ആഭരണങ്ങളിൽ ഈ ഒരു ആഭരണ ഡിസൈൻ അല്ല, ആഭരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സാധനത്തിന് പേരുണ്ട്. ആ പേരിൽ തന്നെയുള്ളത് എല്ലാ സ്ഥലങ്ങൾക്കും ഉണ്ട്. കൂടാതെ അതിന്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതല്ല, രാമപുരം. അതായത് രാമപുരം എന്നാ പറഞ്ഞിരിക്കും. ഈ രാമപുരം എന്താ നമ്മുടെ ആഭരണമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയുള്ളൂ? അല്ല അതിന്റെ ആദ്യ ഭാഗം നീട്ടി കുറിച്ചാൽ എങ്ങനെയാ? കിട്ടിയോ? അപ്പൊ എന്തായാലും ഗോൾഡ് എന്നുള്ളല്ല, നമ്മള് ആഭരണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ പേരുള്ളത് പല സ്ഥലത്തിനും ഉണ്ട്. പിന്നെ അതിന്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. രക്ഷയില്ല. ഇരുന്നോളൂ, ആലോചിച്ചോളൂ. അവിടെ ആർക്കും ഒന്നൊരു ചെറിയൊരു കിട്ടിയോന്നൊരു സംശയം ഉണ്ട്. നോക്കട്ടെ. ഇവിടെ സ്ഥിരമായിട്ടുള്ള 2 സഹോദരിമാരുണ്ട്. ഹലോ, ഇങ്ങോട്ട് നിൽക്കേ. പേര് പറ. പൂജ. നമസ്കാരം. ഇവിടെ സ്ഥലം എവിടെ? പൂജയുടെ? പുന്നാട്. ഓക്കെ. പേര്? അശ്വതി. സ്ഥലം? നേരമ്പോക്ക്. ഇപ്പൊ സമയം ഏതാ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇവിടെ എത്രയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ 1 കൊല്ലം. ഓക്കെ. നിങ്ങൾ 1 വർഷമായി. നിങ്ങൾ ആദ്യം വന്നത്? 2ാം തീയതി വന്നത്. ഓക്കെ. എത്ര മണി വരെ ഡ്യൂട്ടി ഉണ്ട് ഇവിടെ? 6:30. രാവിലെ എത്ര മണിക്ക് വരും? രാവിലെ 9:15. 9:15 to 6:30. എത്ര മണിക്കൂറായി? കൂട്ടാതെ അതായത് 9 to 6:30. എത്ര മണിക്കൂറായി? പറയൂ. 10 നോക്കട്ടെ.
9 to 6 10 മണിക്കൂർ എന്ന് പറഞ്ഞു നോക്കിയിട്ട് 9 കൊന്നാൽ 10, 11, 12, 1, 2, 3, 4, 5, 6 9 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂർ കൂടി പോയി. ആ കുഴപ്പമില്ല. അപ്പോൾ ഇനി ആരും ചോദിച്ചാൽ പറയല്ലോ. ഓക്കെ അല്ലേ? 10 മണിക്കൂർ നിൽക്കണമെന്നാണ്. പക്ഷെ ഒരു 9 മണിക്കൂർ നിൽക്കുന്നുള്ളൂ. ഇനി ഇവർക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ കൂടി നിൽക്കാം. അതിവിടെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ചോദ്യം. നമ്മൾ ഇത് ആഭരണമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. പിന്നെ ആഭരണം എന്ന് നമ്മൾ അത് ലോഹത്തിൻ്റെ പേര് പറയുന്നില്ലേ? സ്വർണ്ണാഭരണമുണ്ട്, പലത്തിൻ്റെ ആഭരണമുണ്ട്. അപ്പോൾ ആഭരണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതേ പേരുള്ളത് എല്ലാ സ്ഥലത്തിനും ഉണ്ടാവും, പല സ്ഥലത്തിനും ഉണ്ടാവും. പിന്നെ അതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. രണ്ടുപേരും ഏതോ സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. സിനിമയായിട്ട് തോന്നുന്നില്ല. ചെമ്പ്. ആ, ചെമ്പാണെങ്കിൽ ആദ്യ ഭാഗം സ്ഥലത്തിന് ചെമ്പുണ്ടാ? ഏടുത്ത സ്ഥലത്തിന് ചെമ്പുള്ളത്? ചെമ്പോ തള? എൻ്റെ അമ്മോ, രക്ഷയില്ല. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അവിടെ കിട്ടിയെന്ന് പറയട്ടെ. അവിടെ കൃത്യം ശരിയല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഒരു പബ്ലിക്കായിട്ടൊരു ക്ലൂ തരും. ഓക്കെ, നോക്കാം. ഞാൻ അവിടെ ഒരു ഉത്തരം പറയുന്നത്, അത് നമുക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. റെഡി? ആ, പറയോ? ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, പേര്? അമീറ. ഓക്കെ, എൻ്റെ ചോദ്യമാണ്. ഫസ്റ്റ് ഞാൻ ചോദിച്ചത് മാഷോടാണേ. തുടക്കം മാഷ് എന്നാണ് ഇങ്ങനെ വന്നു. മാഷ വൈഫാണ് നമ്മൾ ലാസ്റ്റ് ചോദിക്കുന്നത്. അപ്പം മാഷാണ് ഇപ്പം കിട്ടിയ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാഷാണോ? അല്ല, നിങ്ങൾ കണ്ടുപിടിച്ചാണ്. നിങ്ങൾ ജോലിയും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യമാണ് ഇത്, അതായത് ഇതൊരു പ്രൊഡക്റ്റാണ്. അതിനെ കൊണ്ട് ആഭരണം ഉണ്ടാക്കാറുണ്ട്. അതേ പേരുള്ളത് പല സ്ഥലത്തിനും ഉണ്ടാവും. അതിൻ്റെ ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ആ മനുഷ്യർക്കുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പം ഏതാണ്ട് ഉത്തരം കിട്ടിയവരുണ്ട്. എങ്കിൽ എന്താണ് ഉത്തരം? മുക്ക്. ആഭരണത്തിന്റെ ഒരു ഇത്. മുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ മൂക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇപ്പൊ കൂരമുക്ക് അങ്ങനെയെല്ലാം പറഞ്ഞ സ്ഥലമുണ്ട്. കറക്റ്റ് ആൻസർ മുക്കാണ്. നമ്മള് മുക്ക് പണ്ടം പണയം വെച്ച് കവളിപ്പെടുത്തി നമ്മുടെ ബാങ്കിലൊക്കെ മുക്ക് പണ്ടം കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് തട്ടിപ്പാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മുക്ക് എന്ന് പറയുന്ന സംഭവമാണ്. അത് നമുക്ക് സ്ഥലത്തിന് പല സ്ഥലത്തിനും മുക്കുണ്ടാവും. ആ പേരിൽ തന്നെ മുക്കുള്ളുണ്ട്. അതുപോലെ തന്നെ അതിവിടെ പിന്നെ മുക്ക് എന്നുള്ളത് ആദ്യ ഭാഗം നീട്ടി പറഞ്ഞാൽ മൂക്ക്. അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഉത്തരം മുക്കാണ്. സ്ഥലങ്ങൾക്ക് മുക്കുണ്ട്, മുക്ക് പണ്ടമുണ്ട്. അതുപോലെ തന്നെ മുക്കിന്റെ ആദ്യ ഭാഗം നീട്ടി വരിച്ചാൽ മൂക്ക്. ഓക്കെ, അപ്പം എന്തായാലും സമ്മാനം കൊടുക്കുകയാണ്. പക്ഷേ ശരിക്കും ആരാ പറഞ്ഞത് ഉത്തരം? മാഷാണോ? മാഷാണ് പറഞ്ഞാണ്. ഓക്കെ, അപ്പം ഉത്തരം മൂക്ക് കണ്ടുപിടിച്ച ആൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ്. റെഡി? ഓക്കെ, എന്തായാലും ഇതൊരു ആഭരണം ഉണ്ടാക്കുന്ന സാധനമാണ് മുക്ക്. സ്ഥലങ്ങൾക്ക് മുക്കുണ്ട്. അതുപോലെ തന്നെ മുക്കിൻ്റെ ആദ്യമേ നീട്ടി പറഞ്ഞാൽ മൂക്കായിട്ട് മാറും. ഉത്തരം പറഞ്ഞ മേഡത്തിന് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സ്നേഹ സമ്മാനം, കൂടെ നമ്മുടെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട്, ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഒക്കെ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പം അങ്ങനെയാണ് മൂക്കുണ്ടായ കഥ. അങ്ങനെയാണ് അല്ലേ? മുക്ക് പണ്ടം നമ്മൾ പല ആൾക്കാരും നമ്മൾ ഈ ബാങ്കിലൊക്കെ ഈ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മുക്ക് പണ്ടം കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ടുള്ള സംഭവമൊക്കെയാണ്. അങ്ങനെ തട്ടിപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തട്ടിപ്പ് അതിന് ശാശ്വതമില്ല, എപ്പോഴും പിടിക്കപ്പെടാം. അതുകൊണ്ട് ആരും തട്ടിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രം പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ആശംസിച്ചുകൊണ്ട് അടുത്ത വീണ്ടും കാണാം. ഗുഡ് ബൈ.